വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വടകര സ്വദേശിയായ യുവാവ് അപകടത്തിൽ മരിച്ചു. വടകര കടമേരി സ്വദേശി ആൽവിൻ ടിക്കെയാണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിനിടെ കൂട്ടത്തിൽ തന്നെ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അതിനു മുമ്പ് ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്ക്. ട്രാക്കിൽ രണ്ട് ട്രാക്കിൽ ഇത്ര ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലുള്ള ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോക്കാണ് പിടിച്ച് ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആളും പിന്നെ ഇവിടെ ഒരാളുണ്ട് തടിച്ചിട്ടുള്ള മൂപ്പറൊക്കെയാണ് ഇതിനുള്ളിലേക്ക് കയറ്റി വിടുന്ന ആൾക്കാർ. രണ്ട് ഒറ്റൊന്നില്ല. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത് വണ്ടി അത്രയും ഗ്യാപ്പ് ഒന്നുമില്ല. രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞു. ആൽബിന് ഈ ആൻഡ്രീന്റെ താഴത്ത് ഈ ആൻഡ്രിയിലില്ലേ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. CCTV കണ്ടിട്ടുണ്ട്. CCTV കാണുന്ന സമയത്ത് ഇയാള് റീൽസ് എടുക്കുന്ന ലെവലല്ല ഉള്ളത്. ഇയാള് റോഡിന്റെ സെന്ററിൽ നിൽക്കുകയാണ്. കാരണം CCTVയിൽ ഇയാളെ മുഖം വ്യക്തമല്ല. ഈ ആക്സിഡന്റ് പറ്റിയ ആളെ അതിന്റെ ഈ സാധനം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ രണ്ട് വണ്ടി വന്നൊരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്ന സീൻ അതിൽ കാണുന്നുണ്ട് CCTVയിൽ. ഇവിടെ സൺഡേയിൽ ഈ ലീവ് ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇങ്ങനത്തെ പുതിയ ബൈക്കുകളും നല്ല എന്താ പറയുക കോസ്റ്റലായ കാറുകളൊക്കെ വന്ന് റീൽസ് എടുക്കാറുണ്ട്. പല ബൈക്ക് ബുള്ളറ്റിലും പുതിയ മോഡൽ ഇറങ്ങുന്ന വണ്ടിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് റീൽസ് എടുക്കാറുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ഓടിപ്പോയിട്ട്. ദൃക്സാക്ഷികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വളരെ സജീവമായ ഒരു പൊതു റോഡിൽ വളരെ സാഹസികമായി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളിലും അത് വ്യക്തമാണെന്ന് അവർ പറയുന്നു, അല്ലേ? തീർച്ചയായും. നമുക്കറിയാം, നേരത്തെ നമ്മളോട് സംസാരിച്ച നാട്ടുകാരൻ സംസാരിച്ചതുപോലെ തന്നെ വളരെ സജീവമായ റോഡാണ്. പക്ഷെ ഞായറാഴ്ചകളിലും മറ്റുമൊക്കെ ഏറെ ആളുകൾ റീൽസ് എടുക്കാനും മറ്റുമൊക്കെയായി ഇവിടെ എത്താറുണ്ട്. പുതിയ ബൈക്കുകൾ സ്വന്തമാക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ കാറുകളോ എടുക്കുമ്പോഴൊക്കെ അതിന്റെ വീഡിയോ ചിത്രീകരണത്തിനായി പലരും തെരഞ്ഞെടുക്കുന്ന ഒരു വഴി തന്നെയാണ് ഇത്. ഇത്തരം ഒരു സ്ഥലത്താണ് ഇന്ന് അപകടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും തിരക്കേറിയ ഒരു മേഖലയാണ്. വെള്ളയിൽ ഭാഗം മുതൽ ബീച്ച് റോഡ് വരെ ആളുകൾക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ എത്തുന്ന ഒരു തിരക്കേറിയ സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു റീൽസ് എടുത്തത്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷനോട് വളരെ ചേർന്ന് തന്നെയുള്ള ഒരു റോഡാണ്. അതിന്റെ രണ്ട് വശത്തായാണ് ഗതാഗതമുള്ളത്. ഒരു വശത്തൂടെ കോനാട് ബീച്ച് ഭാഗത്തേക്ക് പോകുന്നു, മറുവശത്തൂടെ ഈ മെയിൻ ബീച്ചിലേക്ക്, അതായത് സൗത്ത് ബീച്ച് അടക്കമുള്ള ഇടങ്ങളിലേക്ക് വരുന്ന ഇടവും. അതിൽ ഒരു വശത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വശത്തൂടെ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളും ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് വരികയായിരുന്നത്. അതിൽ ഒരു വാഹനം പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഈ യുവാവിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കൂടുതൽ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ കാർ ഈ ഡീറ്റെയിലിംഗ് സ്ഥാപനമാണ്. ഈ കാറിന് ഉള്ളിലെ ഇന്റീരിയർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന്റെ മാറ്റുകൾ ഇടുക, മറ്റ് പോളിഷിംഗ് അത്തരമൊക്കെ ജോലി ചെയ്യുന്ന ഒരു കാർ ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിൻ്റെതാണ് ഈ രണ്ട് വാഹനങ്ങളും. ഈ ഡിഫൻഡർ കാറും ഒപ്പം ഈ അപകടത്തിന് ഇടയാക്കിയ ബെൻസ് കാറും. ഈ രണ്ട് കാറുകളിലാണ് ഈ ആളുകൾ ഇവിടേക്ക് വന്നത്. അത് ഈ സ്ഥാപനത്തിന്റെ ഉടമകളായ ആളുകൾ തന്നെ ആയിരുന്നു. അതായത് ഈ മരിച്ച ആൽവിന്റെ സുഹൃത്തുക്കൾ കൂടിയാണ് ഇവർ. ഈ ആൽവിൻ കുറച്ചു നാൾ മുമ്പ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവരുമായി വലിയ സൗഹൃദവും അടുപ്പവും ഒക്കെ ഉള്ള ആളുകളാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ പുതിയ ഡിഫൻഡർ കാർ എടുത്തപ്പോൾ ഈ കാറിന്റെയും മറ്റ് ബെൻസ് കാറിന്റെയും കൂടി ചേർത്തുള്ള ഒരു റീൽസ് ഷൂട്ട് ചെയ്യാനായി, അതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനായാണ് ഈ ആൽവിനെ അവിടെ എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റീൽസ് ചിത്രീകരണത്തിലും മറ്റുമൊക്കെ ഒരു നല്ല കഴിവുള്ള ഒരു ആളായിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ തങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തന്നെ ഈ യുവാക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ ആൽവിനെ വിളിക്കുന്നതും സൗഹൃദത്തിന്റെ പേരിൽ ആ റീൽസ് എടുക്കാനായി ചെല്ലുകയും ചെയ്തത്. പക്ഷെ ആ സമയത്താണ് ഈ വാഹനങ്ങൾ രണ്ട് വരിയായി വാഹനങ്ങൾ വരുന്നു. ഇതിനിടയിൽ നിന്ന് ആൽവിൻ റീൽസ് ചിത്രീകരിക്കുന്നു, വീഡിയോ ചിത്രീകരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു വാഹനം ഇടിക്കുകയും മറുവശത്തേക്ക് ഈ പോലീസ് സ്റ്റേഷൻ സൈഡിലുള്ള ഈ റോഡിന്റെ ഓരത്തുള്ള കമ്പിവരിയുടെ ഭാഗത്തേക്ക് ആൽവിൻ പോവുകയും ചെയ്തു. അതാണ് ഈ നാട്ടുകാരും പറയുന്നത്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.